ഹലോ ഡിയേഴ്സ്, മംഗല്യം തന്തുന അനീന സീരിയലിൻ്റെ ഓൺ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ രേണുക ഹോസ്പിറ്റലിൽ പോയില്ലേ വയറെഴുകാനായിട്ട്. അതെ, ആ പായസം പൂച്ചയ്ക്ക് പോലും കൊടുക്കാതെ രേണുക തന്നെ കുടിച്ചു തീർത്തു. അവർ ഗ്ലാസും കൊണ്ട് വരുമ്പോഴേക്കും ഇതാ വയറുവേദന എന്ന് പറഞ്ഞ് അഭിനയിച്ച ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് നമ്മുടെ ചന്ദ്രികയും അതേപോലെ നിധിയും നുണയാണെന്ന് വിചാരിച്ചു അല്ലേ. ആദ്യം ആക്ടിങ് ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ രേണുകൻ്റെ പെർഫോമൻസ് കണ്ടവർക്ക് മനസ്സിലായി അത് ഒറിജിനൽ തന്നെയാണെന്ന്. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുകയുണ്ടായി. എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ശിവാനി വരണമല്ലോ അമ്മയെ കാണാൻ വേണ്ടിയിട്ട്. രേണുകയെ കാണാൻ വേണ്ടി ശിവാനിയെ വിളിക്കുമ്പോൾ ശിവാനി വരേണ്ടതുപോലെയല്ല സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ നിധി എന്താ പറയുന്നത്, അത്യഹിത നിലയിലാണ് കിടക്കുന്നത്, എമർജൻസിയാണ്, എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞു എന്നുള്ള സൂചന കൊടുക്കുകയാണ്. അത് കേട്ടത് നമ്മുടെ ശിവാനി പൊട്ടിക്കരയാണ് അല്ലേ. ആർക്കായാലും അങ്ങനെയാണല്ലോ, സ്വന്തം അമ്മയ്ക്കാണെന്ന് പറഞ്ഞാലാണല്ലോ സങ്കടം വരിക. അങ്ങനെ നമ്മുടെ ശിവാനിയുടെ അടുത്ത് നിധി നുണ പറഞ്ഞു. നമ്മുടെ രേണുകയാണെങ്കിലോ ഒരേ കരച്ചിലാണല്ലേ, കരഞ്ഞ് ആൾ വല്ലാണ്ടായി. അപ്പോൾ അവിടേക്കാണ് അവരുടെ അമ്മാവൻ വരുന്നത്, അശോകേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അശോകേട്ടൻ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് രേണുക കരയുമ്പോൾ അതെല്ലാം പറഞ്ഞത് നുണയാണെന്ന് നമ്മുടെ നിധി സമ്മതിക്കുകയാണ്. ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളത് തെളിയിക്കുകയാണ് അല്ലേ. അങ്ങനെ ഹോസ്പിറ്റലിലെ ഭാഗം കഴിഞ്ഞു. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ ശിവാനി വസുന്ധരയുടെ അടുത്ത് പൈസ ചോദിക്കുകയാണല്ലേ. ആളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. പക്ഷേ വസുന്ധരയ്ക്ക് എന്തിനാണ് ഇവിടെ നിന്ന് കരയുന്നതെന്ന് അറിയില്ല. നിന്നെ ആരും ഇവിടെ പിടിച്ചു കെട്ടി വെച്ചിട്ടില്ല അല്ലേ, പെക്കോളൂ എന്ന് പറയുമ്പോൾ എനിക്ക് പൈസ വേണം, ഹോസ്പിറ്റലിലേക്ക് ഞാൻ പൈസ ഇല്ലാണ്ട് എങ്ങനെയാണ് പോയാൽ. എൻ്റെ അമ്മ അവസാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അമ്മയ്ക്ക് എന്നോട് പറയാനുണ്ടാവുന്നിട്ട് വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പോക്കറ്റ് മണിയായി ചോദിക്കുന്നത് എത്രയാണ്, 5-6 ലക്ഷം രൂപ. നിസ്സാരല്ലേ, 1000-2000 ചോദിക്കുന്നത് പോലെയാണ് ശിവാനി വസുന്ധരയുടെ അടുത്ത് 6-7 ലക്ഷം രൂപ ചോദിക്കുന്നത്. വസുന്ധര ഇനി കളി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ശിവാനിയെക്കുറിച്ച് എന്തറിഞ്ഞിരിക്കുന്നു, ശിവാനി ഇവിടുത്തെ സ്വത്തെല്ലാം അടിച്ചെടുത്തിട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ശിവാനിയുടെ സ്വഭാവം എല്ലാം വസുന്ധര അറിയുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൽ അതൊക്കെ ആയിരിക്കും കേട്ടോ, അതറിയുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ പാറും മറ്റേ മോളും കൂടെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടല്ലേ. പക്ഷേ സത്യം അറിയണം അവരറിയും, പായസത്തിലെ വിഷം കലർത്തി, വിഷമല്ല വയറുവേദനയ്ക്കുള്ള മരുന്ന് ചേർത്തത് ശിവാനിയാണെന്നുള്ളത് അവരുടെ സംസാരത്തിൽ തന്നെ പാറു മനസ്സിലാക്കിയെടുക്കും. പിന്നെ അത് നിധിയുടെ ചെവിയിലെത്തും, പിന്നെ ഗൗതം അറിയും. അങ്ങനെയായിരിക്കും നാളത്തെ ഒരു എപ്പിസോഡ്. നമ്മുടെ രേണുകയെ നോക്കാൻ വേണ്ടിയിട്ട് ശിവാനി എന്തായാലും വീട്ടിൽ പോയി നിൽക്കും. പക്ഷേ ചാൻസ് കുറവാണ്, നിധിയാണെങ്കിൽ ഒരുപക്ഷെ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ നാളത്തെ എപ്പിസോഡിനും അതേപോലെ രേണുകയുടെയും ശിവാനിയുടെയും പെർഫോമൻസ്, ആക്ഷൻ അങ്ങനെയൊക്കെ പറയാമല്ലേ. അങ്ങനെ അവരുടെ ആക്ഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വല്ലാത്ത പെർഫോമൻസ് ആയിരിക്കും നാളെ, ഇതിൻ്റെ അപ്പുറമായിരിക്കും ശിവാനിയുടെയും രേണുകയുടെയും കരച്ചിലൊക്കെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.